ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ മരണം 1000 കടന്നുവെന്ന് വാർത്ത വരുന്നു. 24 മണിക്കൂറിനിടെ ഇറാനെതിരെ 104 ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുവെന്നാണ് റിപ്പോർട്ട്. ലെബനനിൽ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേലിന്റെ ആക്രമണം തുടരുന്നു. ഇപ്പോഴും ഇറാനുമായുള്ള നിലവിലെ സംഘർഷത്തിന്റെ ഭാവി എന്താകുമെന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്നാണ് US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ പറയുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസും അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ദുബായിൽ നിന്ന് മുഹമ്മദ് റഖീസും തത്സമയം ചേരുകയാണ്. ആദ്യം ജെയിംസിലേക്ക് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നാണ് ചേരുന്നത്. PP ജെയിംസ്, ശരിക്കും ഈ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പാശ്ചാത്യ നാടുകളിൽ നിന്ന് വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഒരു 3-4 ആഴ്ച കൊണ്ട് ഇത് തീരും. ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇപ്പോൾ തീരും, ഭരണമാറ്റം ഉടനെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് കൊടുത്ത കത്തിലും അവിടുത്തെ സ്പീക്കർ മൈക്ക് ജോൺസന്റെ പ്രസ്താവനയിലും മനസ്സിലാവുന്നത് ഈ യുദ്ധം എന്ന് തീരുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഇറാന്റെ തിരിച്ചടി ഒരു തരത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇത്രയധികം ബാലിസ്റ്റിക് മിസൈലുകൾ എവിടെ നിന്ന് 14 രാജ്യങ്ങളെ ഒരേ സമയത്ത് ആക്രമിക്കുന്നു. ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഇവർ ഈ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് പരമോന്നത നേതാവും പ്രമുഖ നേതാക്കളൊക്കെ കൊല്ലപ്പെടുമ്പോൾ അവർ മൗനം പാലിക്കുകയോ പതറുമെന്ന് വിചാരിച്ചു. പക്ഷെ പുതിയ നേതൃത്വം അവര് ലാറി ജാനി, അവരുടെ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി, പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അലി ഖമനായുടെ മകൻ മുജ്തബയെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തുവെന്നാണ്. പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും അത് ഏറ്റുപിടിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇറാനിലെ കൂവിലിൽ 88 പേരുടെ അവരുടെ പരമോന്നത കൗൺസില് യോഗം ചേർന്ന് അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള യോഗത്തിനിടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടില്ല. ഇവിടെ ട്രംപ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന വളരെ രസകരമാണ്. ഇന്നലെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞ തീരുമാനങ്ങളെ അദ്ദേഹം തിരുത്തിയിരിക്കുകയാണ്. മാർക്കോ റൂബിയോ പറഞ്ഞത് ഇസ്രായേല് കാരണമാണ് ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമെന്നതുകൊണ്ട് പ്രീഎംപ്റ്റീവ് മുൻകൂട്ടി ഞങ്ങൾ ആക്രമിച്ചതാണ്. പക്ഷേ ട്രംപ് അതൊക്കെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഞാനാണ് ഇസ്രായേലിനെ നിർബന്ധിച്ച് ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് ഇപ്പോൾ ട്രംപ് ഒക്കെ ഏറ്റെടുത്തിരിക്കുക. ഇപ്പോൾ മാർക്കോ റൂബിയെ തള്ളി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. ഇസ്രായേലല്ല, അമേരിക്ക തന്നെയാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ബ്രാഡ് കൂപ്പർ എന്ന മിഡിൽ ഈസ്റ്റിലെ കമാൻഡ് സെന്ററിന്റെ തലവൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു 17 നാവിക കപ്പലുകൾ ഇറാന്റെ മുക്കി. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ അവർ നടത്തുന്ന യജ്ഞങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് കപ്പലുകൾ കത്തിക്കുമെന്ന് പറഞ്ഞതിനെതിരെ അമേരിക്കയുടെ നാവികസേന രംഗത്തിറങ്ങുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ലെബനോനിൽ കരയുദ്ധം രൂക്ഷമാവുകയാണ്. ഇസ്രായേൽ അങ്ങോട്ട് കയറുന്നു, ഇറാനിലേക്ക് വലിയ ആക്രമണം നടത്തുന്നു. ഡബിൾ ഇതായിട്ടുള്ളതാണ് നടക്കുന്നത്. UAE അവിടുത്തെ ദുബായിലെ കോൺസുലേറ്റിൻ്റെ അടുത്ത് ഒരു ഡ്രോൺ പതിച്ചതായി റിപ്പോർട്ട് വന്നു. ചെറിയ തീപിടുത്തമുണ്ടായെന്ന് അവർ തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. സൗദിയിൽ 9 ഡ്രോണുകൾ വന്നത് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും ഇറാന്റെ ആക്രമണം നടക്കുന്നുണ്ട്. ഇസ്രായേലിലേക്കും ആക്രമണം നടക്കുന്നുണ്ട്. ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയിൽ വലിയ ആശയക്കുഴപ്പമാണ്. ജനങ്ങൾ എതിരാവുന്നതും ട്രംപിന്റെ അധികാരം എടുത്തു കളയാനുള്ള പ്രമേയം വന്നതും ട്രംപിനെ അത്യാവശ്യം ആശയക്കുഴപ്പത്തിലാണ് ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങൾ ചെറുതായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും സ്പെയിൻ അവിടെ നിന്ന് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറഞ്ഞു വിട്ടതൊക്കെ വലിയ അവസ്ഥയായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ചൈന ഇപ്പോൾ ഒരു റെക്കമെൻഡേഷൻ നടത്തിയിരിക്കുന്നത് ഇറാനോടാണ്. ഇറാന്റെ കാര്യത്തിൽ ചൈന ഇതുവരെ ഇടപെടാതെ നിൽക്കുന്ന ചൈന പറഞ്ഞിരിക്കുന്നത് ഖത്തറിൽ നിന്ന് LNG കപ്പലുകൾ ഹോർമൂസ് കടലിലൂടെ വരാൻ സമ്മതിക്കണം. കാരണം 30% പ്രകൃതിവാതകം ചൈനയ്ക്ക് വരുന്നത് ഖത്തറിൽ നിന്നാണ്. 80% ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നതും ഖത്തറിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.